ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യമാണ് റീച്ച്. അത് ഞാൻ ഉറപ്പ് തരില്ല, ഒരിക്കലും ഞാൻ ഉറപ്പ് തരില്ല. ചിലപ്പോൾ നമ്മൾ എത്ര പണിയെടുത്തൊരു വീഡിയോ ചെയ്താലും ചിലത് റീച്ച് ഉണ്ടാവില്ല. ഇപ്പം ഞാനൊരു ബിസിനസ് തുടങ്ങി, ഞാൻ നിന്റെ അടുത്ത് വന്ന് പറയുകയാണ് ഞാൻ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്, റെസ്റ്റോറൻ്റ് ആണ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊരു കുന്തവും മനസ്സിലാവില്ല. പക്ഷേ ഇതിനേക്കാളൊക്കെ 10x വർക്ക് ആവും. എന്താ അറിയോ, ഞാൻ എൻ്റെ ബിസിനസ്സിൻ്റെ ഒരു വീഡിയോ ഞാൻ തന്നെ അല്ലെ ഒരു ബ്ലോഗറിനെ വെച്ച് ചെയ്താൽ എന്തൊക്കെ എനിക്ക് ഷോക്കേസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിങ്ങനെ പറയുന്നതിനേക്കാളും നല്ല വൃത്തിക്ക് എനിക്കത് കൺവേ ആവും. ഇത് എല്ലാവർക്കും വേണ്ടിയിട്ട് ശരിക്കും വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു റോ ഡിസ്കഷനാണ് ഇതിൻ്റെ ഉള്ളിൽ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ക്യാമറ വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ആംഗിളിൽ നിങ്ങൾ ഇതിനെ കാണരുത്. കുറച്ച് സാധനങ്ങൾ ഞാൻ ഇനീഷ്യേറ്റ് ചെയ്യാം, പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഐ തിങ്ക് നിങ്ങൾക്ക് ഇത് ടേക്കപ്പ് ചെയ്യാം. ദാറ്റ് ഈസ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചോദിക്കാം, എന്നിട്ട് നമ്മൾ അതിന് എന്താ പറയുക റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിലുള്ളൊരു സെഷനായിട്ടാണ് ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. എൻ്റെ കൂടെ ഉള്ളത് മിന്നാണ്. ഇതുവരെ എനിക്ക് മിൻഹാജ് എന്ന് പറഞ്ഞിട്ടതിന് ശീലം, പക്ഷേ ഇപ്പോൾ മിന്നാണ് എൻ്റെ കൂടെ ഉള്ളത്. മിൻ ദ ഫുഡി എന്നുള്ള ഒരു പ്രൊഫൈല് ആൾക്കുണ്ട്, മിൻ കണക്ട്സ് എന്നുള്ള അനദർ പ്രൊഫൈൽ ആൾക്കുണ്ട്. കോണ്ടന്റ് ക്രിയേഷൻ ഞാൻ കുറച്ചും കൂടി റെസ്പോൺസിബിൾ കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള ഒരു ടാഗിൽ വിളിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് മിൻ എന്നുള്ളത്. കാരണം ഈ ഫുഡ് വ്ളോഗിനെ കുറച്ചും കൂടി പൊസിഷൻ ചെയ്തുകൊണ്ട് കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിട്ട് എടുത്ത ആളായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പ്ലസ് ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ കുറേ ഇവൻസിലും ഒക്കെ ആയിട്ടും കാണപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ എന്തൊക്കെ ഉണ്ടെന്ന് ഒരു തോന്നലുണ്ട്. ഫസ്റ്റ് ഐ വോണ്ട് നിങ്ങൾ ടു ഇൻട്രൊഡ്യൂസ് നിങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് പോവുകയും ചെയ്യാം. എല്ലാവരും ഏറെ മുതൽ വന്നിരിക്കുകയാണോ? ചായ കുടിച്ചിക്കണോ? എവിടുന്ന്? ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്തു. അത്രയും സമയം പോലും വേസ്റ്റ് ചെയ്യരുത്. ഓക്കെ, എൻ്റെ പേര് മിൻഹാജ് മുഹമ്മദ്. എല്ലാവർക്കും മിന്നിനെ അറിയുണ്ടാവുള്ളൂ, അതുകൊണ്ടാണ് എൻ്റെ റിയൽ നെയിം പറഞ്ഞ് പരിചയപ്പെടുത്തുന്നത്. കഴിഞ്ഞ 7 കൊല്ലമായിട്ട് കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നുണ്ട്. ഫ്രം ദ ബിഗിനിങ്, ലൈക്ക് റീൽസ് അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്ത ആൾക്കാരിലേക്ക് എത്തിക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ ഈ ബ്ലോഗേഴ്സ് എല്ലാവരും ഫോട്ടോ എടുത്തിട്ടായിരുന്നു ആൾക്കാരിലേക്ക് ഈ സാധനം കൺവേ ചെയ്തുകൊണ്ടിരുന്നത്. ഫോട്ടോ എടുക്കും, ഒരു ഹോട്ടലിൽ പോവുക, ഫോട്ടോ എടുക്കുക, അത് നമ്മളിങ്ങനെ 5 സ്റ്റാറിൽ ഇത്ര, 4 ഇത്ര സ്റ്റാർ, 3 സ്റ്റാർ, അങ്ങനെ ആ ടൈമിൽ നമ്മൾ കൊറോണയുടെ മുന്നേ കോണ്ടന്റ് ക്രിയേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയം മുതൽ ഇപ്പോൾ ഒന്ന് 2019 to 26 ആയിപ്പോൾ. അപ്പോൾ എത്ര കൊല്ലായി? 7 കൊല്ലമായി അല്ലേ? അപ്പോൾ 7 കൊല്ലമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കൊറോണയൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനെ വ്ളോഗേഴ്സൊക്കെ കൂടി വന്ന് ഈ വ്ളോഗേഴ്സ് തന്നെ മൊത്തം ഇങ്ങനെ അലമ്പാൻ തുടങ്ങിയവരാണ്. എനിക്ക് വെറൊരു ഫുഡ് വ്ളോഗർ ആവണ്ട എന്ന് തോന്നി. അപ്പോൾ ഇതിലൊക്കെ ക്വിറ്റ് ചെയ്യാൻ നിന്ന ആളാണ്. അപ്പം എൻ്റെ ടീമിൻ്റെ അടുത്ത് ക്വിറ്റ് ചെയ്യാതെ മുതലാളി ക്വിറ്റ് ചെയ്യല്ലേ പറഞ്ഞിട്ട് അങ്ങനെ സ്റ്റേ ചെയ്യാണ് സ്റ്റിൽ. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചാൽ നമ്മൾ ഓൾറെഡി നമ്മുടെ അടുത്ത് നല്ല കോണ്ടാക്ട്സ് ഉണ്ട്, റെസ്റ്റോറൻറ്റ് ഓണേഴ്സിൻ്റെ കോണ്ടാക്റ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാരായിട്ട് നല്ല ബന്ധമുണ്ട്. അപ്പോൾ ഈ ബന്ധമൊക്കെ ഒരു ക്വിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ അവിടെ പോകും. അപ്പോൾ എന്തായാലും ഞാൻ ഇത്ര ആൾക്കാരായിട്ട്, കാരണം എനിക്ക് ഇതിൻ്റെ പ്രൈവസി പോവുക അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര കൺസേൺ ഉള്ള ആളാണ് ഞാൻ. ലൈക്ക് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എൻ്റെ പേജിലൂടെ ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ ഇത് രണ്ടും എന്താ പറയുക മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സ്ട്രഗിൾ ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പോൾ അങ്ങനെയാണ് ഞാനിത് ക്വിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ അല്ല ചോദിച്ചാൽ എന്തായാലും ഇനി കുളിച്ച് കയറാമെന്നുള്ളതിൽ ഞാൻ എന്താക്കി, വെറും ഒരു ഫുഡ് ബ്ലോഗർ ടാഗ് ലൈൻ എനിക്ക് വേണ്ട. മിന്നെ ഒരു ഫുഡ് ബ്ലോഗർ എന്നുള്ളത് അപ്പുറം എനിക്കിത് വെച്ച് കുറേ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്നിലൂടെ ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ മേ ബി പഠിച്ചവൻ അതേക്ക് നമ്മൾ അതിനൊരാളായിട്ട് കണ്ടിട്ടുണ്ടാവും. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ മിൻ കണക്ട്സ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് കഫേ ഓണേഴ്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നത്. അതിനെ പുഷ് ചെയ്ത ആൾ നിങ്ങളെ ബാക്കിലിരിക്കുന്നുണ്ട്, ഷാൻ. അപ്പോൾ അങ്ങനെ ചെയ്ത് അതിലിപ്പോൾ ഒരു 250 മെമ്പേഴ്സോളം അല്ലേ? ഡയറിന് എത്ര മെമ്പേഴ്സ് ഉണ്ടാ? അന്ന് ഈ 10 ആളെ ഒഴിവാക്കിയല്ലോ. 250 മെമ്പേഴ്സോളം അതിലുണ്ട്. അപ്പോൾ അതിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ പുതിയ റെസ്റ്റോറൻറ്റ് ഇപ്പം ഫോർ സെയിലാക്കി നമ്മളെ കയ്യിലൊരു നല്ല എമൗണ്ട് നമ്മളെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ നമ്മളെ ഫാമിലി നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. അത് മാത്രം മതി നമുക്ക് ബിസിനസ് തുടങ്ങാൻ. എന്തിനാണെങ്കിലും അത് പോരാ. റൈറ്റ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ വേണം, അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള ഗൈഡൻസ് വേണം. അത് എനിക്ക് കൊടുക്കാൻ കഴിയില്ല, പക്ഷേ ഞാനായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഈ സാധനം എന്താക്കാൻ പറ്റും, ഞാൻ ത്രൂ പുതിയ വരുന്ന ആൾക്കാർക്ക് പാസ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു പ്ലാറ്റ്ഫോം പോലെയാണ് നമ്മളിപ്പോൾ മിൻ കണക്ട്സ് വാട്സപ്പ് കമ്മ്യൂണിറ്റി. അത് ആക്ച്വലി മന്ത്ലി പെയ്ഡാണ്, ഓട്ടോ പേ ആണ്. പിന്നെ അതിൻ്റെ മീറ്റപ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് അതാണ് എൻ്റെ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ വാട്ട് ഐ എം ഡൂയിങ്. ഇത്രേ ഉള്ളൂ. നമുക്ക് കുറച്ച് ഈ റവന്യൂ ചാനൽസിന് ഒന്നുകൂടി ഓപ്പർച്യൂണിറ്റി ചാനലായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞു നിങ്ങൾ കോണ്ടന്റ് ചെയ്യണ്, അതുവഴി
നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിലേക്ക് ആൾക്കാർ ജോയിൻ ചെയ്യുന്നു, അതുവഴി നിങ്ങൾ ഇൻകം ജനറേറ്റ് ചെയ്യണ്, അതൊരു ചാനലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്ററിന് ആക്ച്വലി അൺലോക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന, ഇപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും ഒരു കരിയർ ആസ്പെക്റ്റിൽ നിങ്ങൾക്ക് കുറേ സാധനങ്ങൾ അൺലോക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത്. അതേപോലെ നിങ്ങളുടെ സെൻസിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് കോണ്ടന്റ് ത്രൂ അൺലോക്ക് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഇന്നുണ്ട്? ലൈക്ക് പഠിക്കണം എന്തായാലും, എഡ്യൂക്കേഷൻ എന്തായാലും നമ്മളെ പാർട്ടാണ്. കാരണം അത് ആ ഒരു പ്രോസസ്സിൻ്റെ ആണ്. ലൈക്ക് എഡ്യൂക്കേഷൻ നമ്മൾ സ്കൂളോ കോളേജിലോ ഒക്കെ പോയിട്ട് പഠിക്കുന്ന പുസ്തകത്തിൽ നിന്ന് കിട്ടുന്നില്ല, പക്ഷെ അതൊരു ലൈക്ക് ദാറ്റ്സ് എ പ്രോസസ്സ്. എങ്ങനെ നമ്മൾ പഠിക്കുന്നത്, രാവിലെ കോളേജിൽ പോണത്, അവിടുന്ന് നമ്മൾ കണ്ടുമുട്ടുന്ന ആൾക്കാർ, ഇതൊക്കെ ഒരു പ്രോസസ്സ്. ഇതിൻ്റെ എന്താ പറയുക ഔട്ട്കംസ് ഒക്കെ നമ്മളെ ലൈഫിൽ എന്തായാലും ഉണ്ടാവും. പഠിക്കേണ്ടതെന്ന് പറയുന്നില്ല, പക്ഷേ ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ നമ്മളെ ഓപ്പർച്യൂണിറ്റീസ് ആർ വെരി വൈഡ് എന്ന് വെച്ചാൽ നമുക്ക് പോലും പറയാൻ പറ്റില്ല നമുക്ക് എന്ത് ഓപ്പർച്യൂണിറ്റിയാണ് നെക്സ്റ്റ് മിനിറ്റിൽ നമുക്ക് വരാൻ പോകണമെന്ന്, അല്ലെങ്കിൽ നെക്സ്റ്റ് മിനിറ്റിൽ നമ്മൾ പരിചയപ്പെടാൻ പോണ ആളെ ക്വാളിറ്റി അല്ലെങ്കിൽ ആളെ പൊസിഷൻ എന്ന് എന്താണെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല. ഇപ്പം ഞാനൊരു പരിപാടിക്ക് പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒരുപാട് പേര് വന്ന് സംസാരിക്കും. അപ്പോൾ ഞാനിവരൊക്കെ കാണുന്നത് വേറൊരു ആംഗിളിലായിരിക്കും, പക്ഷേ പിന്നെ ഇവരെങ്ങനെ അടുത്തടുത്ത് വരുമ്പോഴാണ് ഇവർ ഇന്ന പ്രൊഫൈലുള്ള ആൾക്കാരാണ്. ദേ ജസ്റ്റ് കെയിം ആൻഡ് ടോക്ക് ടു മീ. ലൈക്ക് അത് ഞാൻ ചെയ്യുന്ന കോണ്ടന്റിൻ്റെ ക്വാളിറ്റി കൊണ്ട് ആൾക്കാർ അഡ്മയർ ചെയ്യുന്ന ആ ഒരു സാധനം എൻ്റെ അടുത്ത് വന്ന് കാണിക്കുന്നതാണ്. അപ്പം ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ള വെച്ചാൽ ചെയ്യുന്ന സാധനം ക്വാളിറ്റിയിൽ ചെയ്യുമ്പോൾ നമ്മളത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് നമുക്ക് വരുന്നൊരു ഔട്ട്കം ഉണ്ട്. അത് നമുക്ക് ഒരിക്കലും ഇപ്പം ഞാൻ ചെയ്യുന്നതുകൊണ്ട് എനിക്കത് കിട്ടി, നീ ചെയ്യുമ്പോൾ എനിക്കത് കിട്ടുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ചെയ്യുന്നതുകൊണ്ട് കിട്ടി ഇനി ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ അത് വെരി വൈഡാണ്. അത് നമുക്ക് എന്താ പറയുക, ഒരാൾക്ക് ഇന്നത് കിട്ടുമെന്ന് ഒരിക്കലും ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളെ വീഡിയോസ് കാണുന്ന മേ ബി എൻ്റെ വീഡിയോസൊക്കെ മമ്മൂട്ടി ഇരുന്ന് കാണുന്നുണ്ടാവും. വി ഡസൻ നോ ആരാണ് കാണുന്നത്, എന്താണ് കാണുന്നത്. കാരണം നമ്മൾ അത്രയും ആൾക്കാർ വാച്ച് ചെയ്യും. അപ്പോൾ ചെയ്യുന്ന കാര്യം വൃത്തിക്കാണ് ചെയ്യുന്നതെങ്കിൽ ആൾക്കാരെന്താക്കും, നമ്മൾ ചെയ്യുന്ന ആ ക്വാളിറ്റിയിലുള്ള ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് എന്താവും, ലൈക്ക് അതൊരു അട്രാക്റ്റ് ചെയ്ത് ലൈക്ക് ആ ഒരു ഓറ ഉണ്ടല്ലോ, എന്താ ഇപ്പം അതിന് പറയുക, നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ 7 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് മുന്നായിട്ടാണ് ഞാൻ ഈ സാധനമൊക്കെ ഇങ്ങനെ റിയലൈസ് ചെയ്ത് വന്ന് തുടങ്ങിയത്. ബട്ട് സ്റ്റിൽ ഞാൻ എനിക്കിഷ്ടമില്ലാത്തൊരു സാധനം പൈസ കിട്ടുന്ന ഫോർ ദ സേക്ക് ഓഫ് മണി ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, എനിക്ക് ചെയ്യില്ല. അത് എത്ര പൈസ തരാമെന്ന് പറഞ്ഞാലും. അതിന് ഏറ്റവും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് ഈ അടുത്തൊരു 2 ലാഖിൻ്റെ ഒരു പാക്കേജ് ഒരു കമ്പനി തരാമെന്ന് പറഞ്ഞു. യൂറോപ്പ് ടു ഒരു 7 കൺട്രീസിൽ നമ്മൾ സെൽഫ് ഡ്രൈവ് ചെയ്ത് ഡിഫൻഡറോ റേഞ്ച് റോവറോ അങ്ങനെ ഒരു കാർ നമുക്ക് തരും. നമുക്ക് ആ നാട്ടിൽ വണ്ടി ഓടിക്കാനുള്ള ടൂറിസ്റ്റ് ലൈസൻസ് തരും. സോളോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, 7 കൺട്രീസ് ഡ്രൈവ് ചെയ്ത് കവർ ചെയ്യുക. ഇതിൻ്റെ എല്ലാ പാക്കേജസും ഒരു കവർ ചെയ്യും. അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഓക്കെ പറഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നത് വെർത്ത് 2-3 lakhs ആണ്. 2-3 lakhs എനിക്ക് മുടക്കാതെ എനിക്ക് എന്താക്കാം, ട്രിപ്പ് പോയി അതും സെൽഫ് ഡ്രൈവ് ചെയ്ത് 7 കൺട്രീസ് എനിക്ക് ഡ്രൈവ് ചെയ്യാം. ഈ കൺട്രീസിൽ പാരീസ്, യൂറോപ്പിലെ ഒരുവിധം കൺട്രീസൊക്കെ കവറാണ്, സ്വിറ്റ്സർലാൻഡ് ഒക്കെ കവറാകുന്നതാണ്. അങ്ങനെ ഇത് ഒക്കെ ഓക്കെ പറഞ്ഞ് 10 lakhs അക്കൗണ്ടിൽ കാണിക്കണം. അതൊക്കെ അവർ ചെയ്യും, എനിക്ക് ഒന്നൊരു പണിയില്ല. അവരാകെ പറഞ്ഞൊരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഗിവ് അവേ ചെയ്യണം. നമ്മൾ ഗിവ് അവേ ചെയ്യേണ്ട അതിൻ്റെ പേജ് ത്രൂ ചെയ്യണം. അവിടെ ലൈക്ക് ഞാൻ പറഞ്ഞ് നോ, അത് ഞാൻ ചെയ്യില്ല. ഞാൻ പൈസ ഉണ്ടാക്കിയിട്ട് ഞാൻ വന്നോളാം, നിങ്ങളതിൽ തന്നെ വരും. ബട്ട് സ്റ്റിൽ ഗിവ് അവേ ഞാൻ ചെയ്യില്ല. കാരണം ഞാൻ ഇത്രയും കാലം കൊണ്ടുവന്ന ആ ഒരു വേ ഉണ്ട്. ഗിവ് അവേ ചെയ്യില്ല എന്നുള്ളത് അത് എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. ഗിവ് അവേ ചെയ്ത് തന്നെ എനിക്ക് ഇന്ന് 2 million 3 million ഒക്കെ ഫോളോവേഴ്സ് എനിക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമുള്ളൂ. പക്ഷേ എൻ്റെ കണ്ടൻറ്റ് കാണുന്ന ആൾക്കാർ, എൻ്റെ കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി കണ്ടു വരുന്ന ആൾക്കാർ മാത്രം എൻ്റെ ഫോളോവർ ലിസ്റ്റിൽ അവിടെ ഉണ്ടായാൽ മതി എന്നുള്ളൊരു നിർബന്ധം ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ എന്താക്കിയില്ല, ഗിവ് അവേ ചെയ്തിട്ടില്ല. ഗിവ് അവേ ചെയ്യല്ല, എനിക്ക് ഇഷ്ടമല്ല ആ സാധനം. അപ്പം എന്താ ഞാൻ എന്തെങ്കിലും പറഞ്ഞു ഇതെങ്ങനെ എത്തിയത്, ഈ കോണ്ടന്റ് ക്രിയേഷൻ വഴിയുള്ള ഓപ്പർച്യൂണിറ്റീസ് ക്യാപ്ചർ ചെയ്യുന്നത്. ഇപ്പോൾ പറയുന്നത് വെച്ചാൽ നമുക്ക് ഫോർ ദ സേക്ക് ഓഫ് മണി, ഫോർ ദ സേക്ക് ഓഫ് മണി എന്ന് വിചാരിച്ച് മാത്രം ഞാൻ ഇതുവരെ ഒരു സാധനവും ചെയ്തിട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് അഡ്മയർ ചെയ്യാൻ പറ്റുന്നത് നമ്മളത് ചെയ്താൽ അതർ ദെൻ മണി നമ്മളെ ഹാപ്പിയാണ്. നമ്മൾ ഉള്ളിലൊരു കുത്തലില്ല, ഇത് ഞാൻ ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ട് ചെയ്ത് സാറിൽ 1 ലക്ഷം റുപ്യ കിട്ടിയാലേ പോട്ടെ, ലൈക്ക് ആ മൈൻഡിൽ ഞാൻ ഇതുവരെ ഒരു സാധനം ചെയ്തിട്ടില്ല, ഇനി ചെയ്യേയില്ല. അതിപ്പോൾ ഇപ്പം എൻ്റെ വീഡിയോൻ്റെ പേയ്മെൻറ്റ്സ് വെച്ചാൽ വെരി ഹൈ ആണ്. എനിക്കൊന്ന് കേരളത്തിൽ എൻ്റെ ഫോളോവർ കൗണ്ട് വെച്ചിട്ട് എൻ്റെ അത്ര പേയ്മെൻറ്റ് വാക്കണം വേറൊരു വ്ളോഗർ ഉണ്ടാവില്ല, ഇല്ലയെന്ന് തന്നെ പറയാം. കാരണം എൻ്റെ മാനേജർ അങ്ങനെയാണ് അത് ക്ലോസ് ചെയ്യില്ല. അപ്പോൾ അയാൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതറിയില്ല. ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യമാണ് റീച്ച്. അത് ഞാൻ ഉറപ്പ് തരില്ല, ഒരിക്കലും ഞാൻ ഉറപ്പ് തരില്ല. ചിലപ്പോൾ നമ്മൾ എത്ര പണിയെടുത്തൊരു വീഡിയോ ചെയ്താലും ചിലത് റീച്ച് ഉണ്ടാവില്ല.
ചിലത് നമ്മൾ ഒരു എഫേർട്ടും ഇല്ലാതെ റീച്ച് ആവും. അപ്പോൾ റീച്ചിൻ്റെ കാര്യത്തിൽ ഞാൻ ആർക്കും ഉറപ്പ് കൊടുക്കില്ല. അത് വന്ന് പേയ്മെൻറ്റ് പറയുന്ന ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത് ഞാൻ ആദ്യമേ പറയും എന്ത് റീച്ച് ചെയ്യാൻ ഉറപ്പ് തരില്ല, ബട്ട് ദ കണ്ടൻറ് ക്വാളിറ്റി, പിന്നെ എൻ്റെ എക്സ്ക്ലൂസിവിറ്റി, ഞാൻ അങ്ങനെ എല്ലാം വലിച്ചു കയറി ചെയ്യില്ല. അപ്പം എൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ അതർ ദാൻ റീച്ച് കച്ചവടം എന്നുള്ളതിൽ അപ്പുറത്തേക്ക് മിന്നിൻ്റെ വീഡിയോ ഒരു ബ്രാൻഡിങ് എന്നുള്ള പോലെ കാണുന്ന ക്ലയൻസാണ് എനിക്കിപ്പം കറൻ്റ്ലി ഉള്ളത്. അത് ലോങ് ടേം ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇതിൽ നിന്നൊക്കെ നമ്മൾ പരിചയപ്പെടുന്ന ആൾക്കാർ, നമ്മൾ ഇതിൽ നിന്ന് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് എന്തല്ല, ലിമിറ്റഡ് അല്ല, അൺലിമിറ്റഡാണ്. അത് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നത് എന്നുള്ളതിലാണ് കാര്യം. ഇപ്പം ഞാൻ ഷാദിനെ പരിചയപ്പെട്ട് പിറ്റേന്ന് ഷാദിൻ്റെ അടുത്ത് ഒരു 5000 രൂപ കടം ചോദിച്ചാൽ പിന്നെ ബന്ധമില്ല. ജസ്റ്റേ അല്ലേ, ഞാൻ അങ്ങനെ പണ്ട് ചോദിച്ചിരുന്നു, ആ ബന്ധങ്ങളൊന്നും എനിക്കിപ്പം ഇല്ല. പക്ഷേ ഷാദിനെ ഞാൻ പരിചയപ്പെട്ട് ഷാദ് എന്താണെന്ന് പഠിച്ച്, അല്ലെങ്കിൽ ഷാനിനെ ഞാൻ പരിചയപ്പെട്ടു. ഷാനെ വെച്ചോക്ക്, നമ്മൾ എത്രയും പരിചയപ്പെട്ടു ഷാനെ ഒരു കൊല്ലം മുന്നേ. കാരണം ഹഗമഗിൽ ഇരുന്ന് താമ്പിച്ച് അങ്ങനെ പരിചയപ്പെട്ടാണ് ഞാനും ഷാനൊക്കെ. അതെങ്ങനെ ഒരു മാസത്തോളം നമ്മളൊന്നും മിണ്ടിയില്ല. അടുത്ത മാസം ഇങ്ങനെ ഹലോ വീഡിയോ കാണല്ലോ കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, പിന്നെ ഒരുമിച്ചാവും, പിന്നെ ഓരോ വർത്തമാനങ്ങളിലേക്ക് പോകും. ആ ഒരു സാധനമാണ് എന്ത്, ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം ആക്ച്വലി. ഇന്ന് പരിചയപ്പെട്ട് നാളെ അത് ഇതാവുന്നല്ല. പക്ഷേ ആ ഷാനായിട്ടുള്ള ബന്ധമാണ് ഇന്ന് എൻ്റെ കമ്മ്യൂണിറ്റി വരെ ഞാൻ എത്തിക്കുന്നത്. ഷാനില്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഇല്ല, ഷാനിലെ വേറെ ആൾ വരും, അത് പഠിച്ചോനെ തീരുമാനം വേറെ. പക്ഷേ ഇന്ന് ഷാനിനെ അന്ന് ഒരു കൊല്ലം മുന്നുള്ള ആ പരിചയമാണ് എന്ത് ഇന്ന് വളർന്ന് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത്. എനിക്ക് തോന്നുന്നു ഇപ്പം കമ്മ്യൂണിറ്റിയിൽ ഇന്നത്തെ 15 നാളെ കമ്മ്യൂണിറ്റിൻ്റെ പേ ഔട്ട് കയറും. എനിക്കൊന്നൊരു 40,000 50,000 അത് മാത്രം ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ ഞാൻ കമ്മ്യൂണിറ്റിയിലേക്ക് തന്നെ ഇറക്കിയിട്ട് മീറ്റപ്പ് അതായിട്ട് പരിപാടി ഇതാവും. എനിക്കൊന്ന് പെർ മന്ത് ഒരു 1 lakhൻ്റെ അടുത്ത് കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാത്രം പേ ഔട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയില്ലേ, അതർ ദാൻ മണി, ഈ പൈസ ഞാൻ പറയില്ലേ, മീറ്റപ്പിലേക്കും ഇതൊക്കെ ആയിട്ട് ചിലവ് കുറയുന്നുണ്ട് കേട്ടോ. 1 lakh ഇറക്കേണ്ടി വെച്ചാൽ 1.5 ലക്ഷത്തിൻ്റെ ചിലവ് വേറെ ഉണ്ടാവും. പക്ഷേ ഞാൻ പറയുന്നത് ഇത് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നത്, നമുക്ക് കിട്ടുന്ന ബന്ധങ്ങൾ, നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന കണക്ഷൻസ്, നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ, അല്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന എക്സ്പോഷർ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് വരുന്ന ഔട്ട്കംസ് ആണേലും എന്ത് കുന്താണേലും. അത് നിങ്ങൾ ഇപ്പം എന്താ പറയുക, ഒരു ലക്കും ഇല്ലാതെ ഒരു എത്തിക്സും ഇല്ലാതെ കിട്ടുന്ന വീഡിയോ ഒക്കെ ചെയ്താൽ ആൾക്കാർ നമ്മൾ അങ്ങനെ വിലയിരുത്തുള്ളൂ. വേറെ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് വിളിച്ച സമയത്ത് ഞാൻ ഷാദിൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം, ഇനി വരുന്ന വ്ളോഗേഴ്സ് എങ്കിലും, അല്ലെങ്കിൽ ഇനി വരുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എങ്കിലും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മളെടുത്തുനിന്ന് പോകുന്ന, നമ്മളെ സർക്കിളിൽ നിന്ന് പോകുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എങ്കിലും ക്വാളിറ്റി ഉള്ള കണ്ടൻസ് ചെയ്ത് ഇതിൽ നിങ്ങൾക്കൊന്നും പോകാനില്ല. ലൈക്ക് ഞാനിപ്പോൾ ഒരു 100 വർക്ക് നമുക്ക് എല്ലാ മാസവും 100 വർക്ക് 150 വർക്കിൻ്റെ എൻക്വയറീസ് എല്ലാ മാസവും വരും. അതിൽ എവ്രിതിങ് എല്ലാം ഇടും. ഈവൻ കക്കൂസിൽ ഇടുന്ന പൊടിയില്ലേ, വേസ്റ്റ് ബ്ലോക്ക് ആയാൽ അതിൻ്റെത് വരെ നമുക്ക് വരും. പക്ഷേ നമ്മൾ സോർട്ട് ചെയ്ത് 100 എണ്ണത്തിൽ ഒരു 10 എണ്ണേ ഒരു മാസം നമ്മൾ എടുക്കുള്ളൂ. എൻ്റെ വീഡിയോൻ്റെ കൗണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. 10 വർക്ക് പെയ്ഡ് വർക്ക്സ് ഒരു 10 എണ്ണമൊക്കെ അത്രയും എടുക്കാനുള്ള ടൈം എനിക്കുണ്ടാവും. കാരണം ഞാൻ ഒരു കണ്ടൻറ്റ് ചെയ്യുമ്പോൾ അതിന് അത്രയും ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു കണ്ടൻറ്റ് കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും നമുക്കിങ്ങനെ എൻക്വയറീസ് വന്നുകൊണ്ടേ നിൽക്കും. കാരണം ഇപ്പോഴത്തെ ഏറ്റവും വലിയ മാർക്കറ്റിംഗ് മീഡിയ ആയിരുന്നത് സോഷ്യൽ മീഡിയ ആണ്. പത്രം ആരും അത്ര പ്രിഫർ ചെയ്യുന്നില്ല, റേഡിയോ പ്രിഫർ ചെയ്യുന്നില്ല, TV പ്രിഫർ ചെയ്യുന്നില്ല. കാരണം ഇതിൻ്റെ ഒക്കെ സാധനം വെച്ചാൽ പത്രത്തിലിട്ടുന്നതായിക്കോട്ടെ, റേഡിയോ TV ആയിക്കോട്ടെ, 1 ടൈമാണ്. ഇപ്പോൾ തിയേറ്ററിൽ ആഡ്സ് റൺ ചെയ്യും, 1 ടൈമാണ്. അത് കഴിഞ്ഞാൽ എത്ര പൈസ കൊടുക്കണം. ഇപ്പോൾ ഫ്ലെക്സിൽ ബിൽ ബോർഡ്സ് വെക്കും, 1 ടൈമാണ്. അതിന് എത്ര, ഒരു മാസത്തേക്കുള്ള സാധനമാണെങ്കിൽ ഒരു മാസത്തേക്കുള്ള പൈസ കൊടുത്താൽ അത് കഴിഞ്ഞ്. പക്ഷേ സോഷ്യൽ മീഡിയ ആയിരുന്നത് അങ്ങനെയല്ല. നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കാലാകാലം ഇൻസ്റ്റഗ്രാം അടിച്ച് പോണത് വരെ അത് അതിലുണ്ടാവും. വേറൊരു ലൈക്ക് മോർ ദാൻ റീച്ചിലേക്കൊക്കെ അപ്പുറം ഇപ്പം നമ്മളെ ബിസിനസ്സിനെ നമുക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റിയൊരു സാധനം കൊണ്ടാണ് എന്ത് ഈ കോണ്ടന്റ് ക്രിയേഷൻ. അപ്പം ഞാൻ എൻ്റെ അടുത്ത് വരുന്ന ക്ലയൻസിൻ്റെ അടുത്ത് പറയൽ, നിങ്ങളിതൊരു റീച്ച് കിട്ടുന്നൊരു സാധനമായിട്ട് കാണാതെ, ഇപ്പം ഞാനൊരു ബിസിനസ് തുടങ്ങി, ഞാൻ നിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ് ഞാനിങ്ങനെ ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്, റെസ്റ്റോറൻ്റാണ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊരു കുന്തവും മനസ്സിലാവില്ല. പക്ഷേ ഇതിനേക്കാളൊക്കെ 10x വർക്കാവും. എന്താ അറിയോ, ഞാൻ എൻ്റെ ബിസിനസ്സിൻ്റെ ഒരു വീഡിയോ ഞാൻ തന്നെ അല്ലെങ്കിൽ ഒരു വ്ളോഗറിനെ വെച്ച് ചെയ്താൽ എന്തൊക്കെ എനിക്ക് ഷോക്കേസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിങ്ങനെ പറയുന്നതിനേക്കാളും നല്ല വൃത്തിക്ക് എനിക്കത് കൺവേ ആവും. അപ്പം ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസാണ്. അപ്പോൾ അത് നല്ല വൃത്തിക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിലും നമുക്ക് അതിലൂടെ വരുന്ന ഇൻകം ആണെന്നുണ്ടെങ്കിലും അതും അൺലിമിറ്റഡ് ആണ്. ഞാനിപ്പോൾ എനിക്ക് തന്നെ ഒരുപാട് ഇൻകം സോഴ്സസ് ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഇങ്ങനെ ചുറ്റുമുണ്ട്. പക്ഷേ എനിക്കെന്താണ്, നമ്മളെ ഒരു സാധനം ഫോക്കസ് ചെയ്ത് അത് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന് ചെയ്യാനാണ് എനിക്ക് ഏറ്റവും താല്പര്യം. അതെന്നെ നിലനിൽക്കുള്ളൂ. കാരണം എല്ലാത്തിലൂടും കാലിട്ട് കഴിഞ്ഞാൽ മറ്റേ പൊളന്ന് പോകുന്ന പറഞ്ഞ മാതിരി അത് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് വരാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റീസ് അതിനി ഇപ്പം കഴിഞ്ഞ കൊല്ലമായിട്ടൊരു ഇത് ഞാൻ പറയുന്നുണ്ടെങ്കിൽ
അതിലും അപ്പുറമായിരിക്കും എന്ത് ഇനി വരാൻ പോകുന്ന ഒരു കാലം വരുന്നത്. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റീസ് വരുന്ന സമയത്ത് അത് ഫിൽട്ടർ ചെയ്യുക. ഞാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യണം, നിങ്ങൾ ഓൾറെഡി നിങ്ങളൊരു സ്ലാബ് ഉണ്ടാക്കി വെക്കുക. ഓക്കെ, ഞാൻ ഇതേ ചെയ്യുള്ളൂ, ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സാധനം ഞാൻ തൊടൂല. അത് എത്ര നല്ലതായിക്കോട്ടെ. അപ്പം ഞാൻ അലൈനേഴ്സിൻ്റെ ചാനൽ ചെയ്യലുണ്ട്. അത് ആക്ച്വലി ഞാൻ അത് നോക്കി നടക്കുന്ന സമയത്തായിരുന്നു എനിക്ക് അതിനെ എൻക്വയറി വന്നത്. അത് ഓരോയിട്ട് അസോസിയേറ്റ് ചെയ്ത് 3 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് വർക്കിംഗ് ആണെന്ന് കണ്ടതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് പ്രൊമോഷൻ കാര്യങ്ങളായിട്ട് പോയത്. ഓരോടൻ ആദ്യമേ പറഞ്ഞ കാര്യം, എൻ്റെ പേയ്മെൻറ്റ് എത്ര ഉണ്ടാവും, എനിക്ക് അലൈനേഴ്സ് ഫുള്ള് കംപ്ലീറ്റ് ഏകദേശം എനിക്കൊന്ന് ഫസ്റ്റ് വീഡിയോയിൽ തന്നെ ഏകദേശം 1.5 ലക്ഷത്തിൻ്റെ വേർത്തുള്ള സാധനം പേയ്മെൻറ്റും പ്രൊഡക്റ്റും ആയിട്ട് എനിക്ക് തന്നിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പൈസ ഒന്നും ചെയ്തോളാം. എൻ്റെ അടുത്തൊന്നും പൈസ ഒന്നുമില്ല. പൈസ ഒന്നും ചെയ്ത് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ വല്ല വിടാനല്ലാണ്ട് അത് പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയൂ. അപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു സ്ലാബ് ഉണ്ടാക്കി വെക്കുക, അല്ലെങ്കിൽ നമ്മളൊരു എത്തിക്കൽ സാധനം. അപ്പോൾ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങൾ വരുന്ന എന്താ പറയുക, ഇപ്പം ഞാൻ റിലീജിയസ്ലി കുറച്ച് ഫോളോ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഫിലിം കാര്യങ്ങൾ അങ്ങനത്തെ സാധനങ്ങളിലേക്കൊക്കെ പ്രൊമോഷൻസ് കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ ലിമിറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് അതിൻ്റെ ബാരിയേഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ലൈക്ക് നമുക്ക് എന്താണ് വേണ്ടതെന്ന്, നമ്മൾ എന്ത് ചെയ്യണമെന്ന്, നമ്മൾ എന്ത് ചെയ്താലാണ് സൊസൈറ്റിയിലെ ആൾക്കാർ നമ്മളെ ക്വാളിറ്റി ഉള്ള ആൾക്കാരെ എടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തരെയും നിങ്ങളെ സാഹചര്യങ്ങൾ വെച്ചിട്ട് എന്തായിരിക്കും ലിമിറ്റഡ്, ആ ലിമിറ്റ്സ് ഉണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് അൺലിമിറ്റഡ് ആയിരിക്കും. നിങ്ങളെ ലിമിറ്റേഷൻ നിങ്ങൾ വെക്കുക. ഞാൻ ഇന്ന സാധനത്തിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ പോകില്ല. അതിൻ്റെ എത്തിക്സ് അത് എന്താ പറയുക, അതങ്ങനെ ലിമിറ്റ് ചെയ്ത് വെക്കുന്നതല്ല കേട്ടോ. സാധനം മനസ്സിലായില്ലേ? നിങ്ങൾ ഏത് ഏരിയ ആണോ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് അത് ഫോക്കസ് ചെയ്യുക, അതിൽ വളരാൻ നോക്കുക. എല്ലാം കൂടിയും ചാടി പിടിച്ചാൽ ലാസ്റ്റ് ഒന്നും ഇല്ലാത്ത അവസ്ഥ ആവും. ഞാൻ അതിൽ ഷാൻഖനെയും മിന്നിനെയും കൂടി കണക്ട് ചെയ്തിട്ട് എനിക്ക് കുറച്ച് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയ സാധനങ്ങൾ ഞാൻ പറയാം. അപ്പം നിങ്ങൾക്ക് നോട്ട് ചെയ്യണമെങ്കിൽ നോട്ട് ചെയ്യാവുന്നതാണ്. ഒന്ന് ഈ പറഞ്ഞ വാല്യൂ സിസ്റ്റംസ് നമുക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളത് സാധാരണ ബിസിനസ്സസിൽ പറയലുണ്ട്. ഈ പേഴ്സണൽ വാല്യൂ സിസ്റ്റംസ് ശരിക്കും ഭയങ്കര അടിപൊളിയായിട്ടുള്ള സാധനമാണെന്ന് എനിക്കിപ്പോൾ കാര്യമായിട്ടും തോന്നുന്നുണ്ട്, മുമ്പേ ഉണ്ട്. അപ്പോൾ ഷാൻഖനോട് നമ്മൾ ഈ കോഴ്സസിൻ്റെ സാധനം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഒരു മോഡൽ കോഴ്സ് ഉണ്ടായിരുന്നു. അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് അത്യാവശ്യം വൻ റേഞ്ചിൽ സെല്ല് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഷാൻഖ ജസ്റ്റ് പറഞ്ഞു അത് നമുക്ക് ചെയ്യണ്ട, അത് വേണ്ട, ആ പൈസ വേണ്ട. സെക്കൻഡ്, നമ്മൾ ഈ സെയിൽസ് കോൾസ് ചെയ്യുന്ന ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് വരുന്ന എൻക്വയറീസിനെ കോൾ ചെയ്തിട്ട് സെയിൽ ക്ലോസ് ചെയ്യാന്നുള്ളത്. ഒരു സെയിൽസ് ആളുടെ പണിയാണ് സെയിൽ കൂട്ടുക എന്നുള്ളത്. അവിടെയും ഷാൻഖൻ്റെ സൈഡിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷനേനു ഇയാൾ കോൾ ചെയ്യുമ്പോൾ ഓവർ സെയിൽസി ആയിട്ട് സംസാരിക്കരുത്. ആവശ്യമുണ്ടെങ്കിൽ സെല്ല് ചെയ്താൽ മതി, അത് ആവശ്യമുണ്ടെങ്കിൽ മറ്റേ ആൾ വാങ്ങിച്ചാൽ മതി, ഇല്ലെങ്കിൽ അയാളെ കൊണ്ട് വാങ്ങിപ്പിക്കരുത്. ഇത് ഒരു വാല്യൂ സിസ്റ്റംസാണ്. അത് എന്താ പറയുക, ബാരിയർ വെക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ടാവും. റവന്യൂയും അവിടെ റവന്യൂ സ്കെയിൽ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസും ഒക്കെ എന്താ പറയുക ബ്ലോക്ക് ആവണ സ്പേസുകളാണ്. പക്ഷെ എന്നാലും ആ വാല്യൂ സിസ്റ്റംസുമായിട്ട് അലൈൻ ആവുക എന്നുള്ള ഭയങ്കര പണിയാണ്. അത് നിങ്ങൾ പറഞ്ഞ കുറേ സാധനത്തിൽ എനിക്ക് ശരിക്കും കണക്റ്റ് ആയി. ലൈക്ക് നമ്മളൊരു സാധനം ബിൽഡ് ചെയ്യുക, ഔട്ട്കംസ് നമ്മൾ അതിനെ ബോദർ ചെയ്യാതെ നിൽക്കുക. ഇത് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടുന്നതിലപ്പുറം ഇത് ഞാൻ എന്തിന് ചെയ്യണം എന്നുള്ള ആ ഒരു സാധനത്തിൽ എത്തിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഇലോൺ മസ്കിൻ്റെ ആ ഒരു പോഡ്കാസ്റ്റ് എല്ലാവർക്കും കണ്ടു കയറിയില്ല, മണി ഈസ് ജസ്റ്റ് എ ബൈ പ്രോഡക്റ്റ്. നമ്മൾ ചെയ്യുന്ന എന്തിനാണെങ്കിലും അത് വന്നോളൂ, പൈസ വന്നോളൂ. പിന്നെ പൈസ വന്ന ആളുടെ സുഖം എന്താ അറിയുമോ, പിന്നെ നമുക്ക് ആരെയും ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. അയാൾ എന്ത് പറയും നിന്നെ കുറിച്ച്, അയാൾ ചെലുക്കാണ്ട് പോകാൻ പറയുന്നത് നമുക്ക് ലൈക്ക് ആ ഒരു കോൺഫിഡൻസ് നമുക്ക് വരും. ഇപ്പോൾ ഒരു ഹോട്ടലിൽ വിളിച്ച് ലൈക്ക് ഓരോ വർക്ക് നമുക്കില്ല, എൻ്റെ കയ്യിൽ 5 പൈസ എൻ്റെ അക്കൗണ്ടിൽ ഇല്ലെങ്കിലും എൻ്റെ പേയ്മെൻറ്റ് എന്നൊരു 5 റുപ്യ 10 റുപ്യ ഞാൻ താത്തൂല. അതെനിക്ക് വേറെ എന്തെങ്കിലും റീസൺസ് അല്ലാതെ ആ വർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്താക്കൂല, ഞാൻ ഒരിക്കലും എൻ്റെ പേയ്മെൻറ്റ്സ് ഞാൻ കുറയ്ക്കില്ല. അതിൻ്റെ കയ്യിൽ 5 പൈസ ഇല്ലെങ്കിലും എനിക്കുമ്പോൾ 1 ലക്ഷം വേണമല്ലോ ചെയ്യലില്ല. എനിക്കറിയാം നാളെ അതിന് പറ്റിയ വർക്ക് തന്നെ വരും, അങ്ങനത്തെ ഒരു എന്നെ എടുത്താൽ മതി എന്നുള്ളതാണ് എൻ്റെ മൈൻഡ്. ഇതിൽ ഈ റെസ്പോൺസിബിൾ കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ളത് എനിക്ക് കുറച്ചും കൂടി സ്ട്രൈക്ക് ചെയ്യുന്ന സാധനമാണ്. റെസ്പോൺസിബിൾ കോണ്ടന്റ് ക്രിയേറ്റർ ആദ്യം പെടുക എന്നുള്ളത് ശരിക്കും ഇന്ന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഇത്രയും അധികം ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ഇവിടെ മാർക്കറ്റ് നടക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു $1 ബില്യൺ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ഇവിടെ ഹോസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടാവും. അവിടെ ശരിക്കും ആ റെസ്പോൺസിബിൾ ക്രിയേറ്റർ എന്നുള്ള ടാഗ് ശരിക്കും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നത്? ഇപ്പോൾ ലെറ്റ്സ് കോണ്ടന്റ് ക്രിയേഷനിലേക്ക് വരുന്ന സമയത്ത് ആ വാല്യൂ സിസ്റ്റംസ് എങ്ങനെ കീപ്പപ്പ് ചെയ്യണം, എങ്ങനെ റെസ്പോൺസിബിൾ ക്രിയേറ്റർ എന്നുള്ളതിലേക്ക് എത്തണം എന്നുള്ളതിൽ നിങ്ങളൊരു കമൻറ്റ് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ പറയുമ്പോഴാണ് ഞാനൊരു ഇനി അങ്ങനെ കാണുന്നുണ്ടെന്ന് തന്നെ
ലൈക്ക് എനിക്ക് മനസ്സിലായത് റെസ്പോൺസിബിൾ കണ്ടന്റ് ക്രിയേഷൻ അത് നമ്മൾ ചെയ്യുന്നല്ല. അത് ആക്ച്വലി നമ്മൾ എന്താ പറയുക, ഇപ്പോൾ പറയുകയാണെങ്കിൽ ചെറിയ മക്കൾ വരെ നമ്മളെ വീഡിയോസ് കാണും. കാരണം ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോൺസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു സാധനം എന്താ പറയുക, ഇപ്പം ഞാൻ അത്രയും ജങ്ക് ഫുഡ്സാണ് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത്. ഹെൽത്തി ഓപ്ഷൻസ് നമ്മുടെ നാട്ടിൽ കുറവാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എന്താക്കും, എനിക്ക് ആക്ച്വലി എൻ്റെ ഫിറ്റ്നസ് കാര്യങ്ങളൊന്നും ഞാൻ അതിന് 7 കൊല്ലമായിട്ട് ജിമ്മിൽ പോലുണ്ട്. ഡെയിലി അല്ല, പറ്റുന്നിടത്തോളം. ഇപ്പം തീരെ പോകാൻ പറ്റില്ല. ഞാൻ രാവിലെ ഇറങ്ങുമ്പോൾ ജിമ്മിൻ്റെ ഗിയേഴ്സൊക്കെ എടുത്ത് ബാഗിലിട്ട് ഇറങ്ങുക. എവിടെയെങ്കിലും ഒരു 2 മണിക്കൂർ ഗ്യാപ്പ് കിട്ടിയാൽ ജിമ്മിനോ റണ്ണിങ്ങിനോ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഫിറ്റ്നസ്സിൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ പ്രൊമോട്ട് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. പ്രൊമോട്ട് ചെയ്യാച്ചാൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ ഓടാൻ പോകുന്നുണ്ട്, ഞാൻ 7 കിലോമീറ്റർ ഓടി, ഞാൻ 5 കിലോമീറ്റർ ഓടി, ഞാൻ ജിമ്മിൽ ഇത്ര ടൈം സ്പെൻഡ് ചെയ്ത്, ഇതൊന്നും പുറത്ത് കാണിക്കുന്നത് ആക്ച്വലി എനിക്കിഷ്ടമല്ല. ഇതൊക്കെ ഞാൻ എൻ്റെ ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണ് കാരണം നമുക്ക് കുറേ കാലം ജീവിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം ഞാൻ ഇത്രയും ജങ്ക് കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ട് ഐ എം റെസ്പോൺസിബിൾ. എൻ്റെ ഓഡിയൻസിനെങ്കിലും ഈ ഒരു ചെറിയൊരു ബോധം എവിടെയെങ്കിലും ഇങ്ങനെ എടുക്കുക, ആ ഫയർ ഇങ്ങനെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടി മാത്രം എനിക്കൊന്ന് സാധാ റെസ്പോൺസിബിൾ ക്രിയേറ്റർ എന്ന് പറഞ്ഞതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ് ഇത്. അപ്പം നമുക്ക് നല്ലതെന്ന് തോന്നുന്നു ചെയ്യാം. ഇത് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതിനെ കൊണ്ട് സമൂഹത്തിൽ എന്താ പറയുക വളരെ ബാഡായിട്ടുള്ള ഇമ്പാക്റ്റ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഈ ബിറ്റ് കോയിൻ പോലത്തെ ബിറ്റ് കോയിൻ ശരിക്കും നല്ല സാധനമാണ്, ട്രേഡിങ് നല്ല സാധനമാണ്. പക്ഷേ നമ്മളിത് പ്രൊമോട്ട് ചെയ്യുമ്പം അത് വലിയൊരു ക്രൗഡിലേക്കാണ് ഈ സാധനം പാസ്സായി പോണത്. അപ്പോൾ ഈ ക്രൗഡിൽ 100 ആൾ ഇത് ചെയ്ത് തുടങ്ങിയാൽ അതിൽ എത്ര ആൾ രക്ഷപ്പെടും നമുക്ക് ഉറപ്പുണ്ട്? ഇല്ല, 90 ആൾക്കാരും ഫെയിലാവും. ഈ ഫെയിലായ ഇതൊക്കെ ഒരു ചിന്തിക്കോ ഞാനിത് മര്യാദയ്ക്ക് പഠിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഫെയിലായതെന്ന് എത്ര ആൾ ചിന്തിക്കയില്? നേരെ നമ്മൾ മിന്തപ്പുട്ടി നായോ ചെയ്തോ പറഞ്ഞിട്ടാ അതേ വരുള്ളൂ, ഉറപ്പാണ്. അതിപ്പോൾ നമ്മൾ ഫുഡിൻ്റെ ആണെങ്കിലും അതിൻ്റെ അടിയിൽ കമൻറ്റ് വരും, അത് കഴിച്ച് നേരെ മൈത്രയിൽ പോയി അഡ്മിറ്റ് ആയിക്കുമെന്ന് പറയും. ഇവർ ചിന്തിക്കേണ്ട കാര്യം എന്താ? ഇത് കഴിക്കുക, ഇതിനൊരു ലിമിറ്റ് ഉണ്ട്. നമ്മൾ കഴിക്കുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്. അങ്ങനെ കഴിച്ചാൽ ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ഇത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ, നമ്മൾ ഹെൽത്ത് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ചെയ്യുന്നുണ്ടെന്നല്ല, എന്നെ കൂടെ പറ്റുന്ന പോലെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാരും ചിന്തിക്കൂല. അപ്പം റെസ്പോൺസിബിൾ ആവുക ആക്ച്വലി കുറച്ചെങ്കിലും. അത് ഞാൻ പറഞ്ഞില്ലേ, ഇനി പറഞ്ഞേരാണ് എനിക്കത് കണക്ട് ആയത്. ഞാനങ്ങനെ റെസ്പോൺസിബിൾ ആവാന്ന് വെച്ച് അങ്ങനെ ചെയ്തൊന്നല്ല, എനിക്കിങ്ങനെ തോന്നിയാ അപ്പോൾ അങ്ങനെ ചെയ്തെന്നുള്ളൂ. ഓക്കെ, ഈ ആൾക്കാർ തുടങ്ങുകയാണ്, ഇവർക്ക് വെരി ഷോർട്ടായിട്ട് 3 സാധനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ എന്ത് കോണ്ടന്റ് ക്രിയേഷൻ്റെ ഉള്ളിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്നാൽ 1 ഇതൊന്ന് ശ്രദ്ധിക്കണം, 2 ഇതൊന്ന് ശ്രദ്ധിക്കണം, 3 ഇതൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് 1, 2, 3 പോയിന്റ് ചെയ്യാൻ പറ്റുമോ? ഓർ അറ്റ്ലീസ്റ്റ് 1 പോയിന്റ് ചെയ്യാൻ പറ്റുമോ? ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഒരുപാടൊന്നും ശ്രദ്ധിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ചെയ്ത് തുടങ്ങുക. എന്നോട് ഷാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ചെയ്ത് തുടങ്ങുക. നിങ്ങളിത് ശ്രദ്ധിച്ചത് ടിക്കറ്റ് വരുമ്പോഴത്തേക്ക് 1 കൊല്ലം കഴിയും. പേജ് നിങ്ങൾ ആരെയും കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യണം, വേറെ പേജിലാണ് ചെയ്യുന്നത്, ആ പേജിൻ്റെ തുടങ്ങിയിട്ട് നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ നിങ്ങൾ ഒരു വീഡിയോ എടുത്തിടുക. പെർഫെക്റ്റ് ആവണമെന്നില്ല, ക്യാമറ ആംഗിൾ നോക്കണമെന്നില്ല. ഇന്നത്തെ കാലത്ത് എന്താ പറയുക, എല്ലാവരും ചുറ്റുള്ള എല്ലാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സും അത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് നമ്മളെ കോണ്ടന്റ് കുറച്ച് ലോ ക്വാളിറ്റി ആയിട്ട് തോന്നുന്നത്. ഒരിക്കലും അത് ലോ ക്വാളിറ്റി ആയിട്ടല്ല. സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ 2019 ഞാൻ വീഡിയോ നോക്കിയാൽ മതി, എൻ്റെ വീഡിയോ നോക്കിയാൽ മതി. ഇന്ന് എനിക്ക് ഉറപ്പാണ് ഇതിലിരിക്കുന്ന ഒരാൾ പോലും അത്ര ലോ ക്വാളിറ്റി വീഡിയോ നിങ്ങൾ ശ്രമിച്ചാൽ പോലും കൊണ്ടുവരാൻ പറ്റില്ല. നിങ്ങൾ ഒരു ലോ ക്വാളിറ്റി വീഡിയോ ഉണ്ടാക്കണം എന്ന് നിർബന്ധം പിടിച്ചിട്ട് നിങ്ങളൊരു ലോ ക്വാളിറ്റി വീഡിയോ ഉണ്ടാക്കിയാലോ ഞാൻ ഉണ്ടാക്കിയ ലോ ക്വാളിറ്റീൻ്റെ അത്ര ഒന്നും ലോ ആവാൻ നിങ്ങൾക്ക് ആയിരിക്കും പറ്റൂല. അപ്പോൾ നമുക്ക് എന്താണ്, എനിക്ക് തോന്നുന്നു 2 കൊല്ലത്തോളം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫോണിൽ നിന്നായിരുന്നു ഷൂട്ട് ചെയ്തത്. അത് ഫ്രണ്ട്സ് ഇല്ലാതുണ്ട്, ഫ്രണ്ട്സ് വരുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യണം. പക്ഷെ അവർക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2 കൊല്ലം ആലോചിച്ചാൽ അത് 2 കൊല്ലം ഐഫോണിൽ നിന്ന് ഷൂട്ട് ചെയ്ത് സാംസങ്ങിലേക്ക് ആ വീഡിയോസ് റെൻഡർ ചെയ്യാമെന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് ഭയങ്കര പണിയായി. ഒരു വന്ന് ഫ്ലൈറ്റ് മോഡൊക്കെ ഓൺ ആക്കിയിട്ട് എനിക്ക് തരണം ഫോണ്, വരുന്നേരെ 1-2 മണിക്കൂർ വെയിറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഇവിടെ ആർക്കും ഇല്ല. എല്ലാവരുടെ കയ്യിലും കൂട്ടത്തിൽ 10 ആളുടെ 9 ആളുടെ കയ്യിൽ ഐഫോണാണ്. ഐഫോൺ ഇഷ്ടമില്ലാതെ ഒരാൾ ഐഫോൺ വാങ്ങാണ്ടിരിക്കുള്ളൂ. ഒരിക്കലും ഐഫോൺ വാങ്ങാൻ പൈസ ഇല്ലാതെ എനിക്കൊന്നുമില്ല നമ്മളെ കൂട്ടത്തിൽ ആരും ഐഫോൺ വാങ്ങാതിരിക്കുന്നു. കാരണം എല്ലാ ഓപ്ഷൻസും ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് അന്ന് ഞാൻ ചെയ്ത അത്ര ലോ ആയിട്ട് നിങ്ങൾക്ക് ആർക്കും ചെയ്യാൻ പറ്റില്ല. അപ്പം ജസ്റ്റ് ചെയ്ത് തുടങ്ങുക. വേറെ നിങ്ങൾ എന്താ പറയുക, ഇന്ന് കാണുന്ന ഹൈ ക്വാളിറ്റി വീഡിയോസ് ഇടുന്ന വ്ളോഗർമാരൊക്കെ
വർഷങ്ങളോളം തയമ്പിച്ചിട്ടാണ് ആ ഒരു ക്വാളിറ്റിയിലേക്ക് എത്തിയത്. അത് വെച്ച് നിങ്ങളെ കണ്ടൻറ്റിനെ നിങ്ങൾ ഒരിക്കലും എന്താക്കണ്ട, ജഡ്ജ് ചെയ്യണ്ട. നിങ്ങൾ എന്താണ് ഉണ്ടാക്കുന്നത് അത് ചെയ്ത് തുടങ്ങിയാലേ നമുക്ക് നമ്മളെ കണ്ടൻറ്റിൽ ഇമ്പ്രൂവ് ചെയ്യാം. അപ്പം എനിക്കുണ്ടായിരുന്ന സാഹചര്യങ്ങളായിരിക്കില്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും വീട്ടിലാണെങ്കിലും ഒക്കെ ഉണ്ടാവുക. ചില ആൾക്കാരെ വീട്ടിലെതിരായിരിക്കും, എൻ്റെ വീട്ടിലൊക്കെ എതിരായിരിക്കും. ചില ആൾക്കാരെ വീട്ടിൽ സപ്പോർട്ടായിരിക്കും. അപ്പോൾ നമുക്കത് മോർ കണ്ടൻറ്റിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. അപ്പം ചെയ്ത് തുടങ്ങുക, പേജ് ഉണ്ടാക്കിയ പേജ് തുടങ്ങുക, വീഡിയോ ഇട്ട് തുടങ്ങുക. അത് ആ പ്രോക്രാസ്റ്റിനേഷൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് എവിടെ എത്തൂല. നിങ്ങൾ തന്നെ ഇങ്ങനെ ചടച്ച് അപ്പം പെർഫെക്ഷൻ നോക്കാതെ ചെയ്ത് തുടങ്ങുക. അത് നിങ്ങളൊരു എന്താ പറയുക, നിങ്ങൾ കേസ് സ്റ്റഡി പോലെ എടുക്കുന്ന വീഡിയോസായിട്ട് കണ്ടിട്ട് അത്രേ ചെയ്യാനുള്ളൂ. ബാക്കി നമ്മളതിങ്ങനെ ഓക്കെ ക്യാമറ റെഡി, ഇനി എന്താ വരാനുള്ളത്, ഓക്കെ അത് റെഡി, ഓക്കെ മൈക്ക് റെഡി, ഓക്കെ അത് റെഡി. ഇതെടുക്കുമ്പം തന്നെ 6 മാസം അങ്ങനെ പോകും. അപ്പം ചെയ്ത് തുടങ്ങുക. നിങ്ങളെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് തുടങ്ങുക. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് വെച്ച് ചെയ്യുക. അത്രേ ഉള്ളൂ. നമ്മൾ പറഞ്ഞ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിക്ക് ഉള്ളൊരു സാധനമാണ്. ഈ പോയിന്റിൽ ജഡ്ജ് ചെയ്യപ്പെടൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇനി ഓപ്പൺ ടു ഓഡിയൻസ് ആണ്. 2 ക്വസ്റ്റ്യൻസ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. ആ 2 ക്വസ്റ്റ്യൻസിൽ ആൻസർ ചെയ്ത് നമുക്ക് ഈ സെഷനിൽ വൈൻഡപ്പ് ചെയ്യാം. ക്വസ്റ്റ്യനുള്ളൊരു ഹാൻഡ് റൈസ് ചെയ്താൽ. യെസ്. 2019 ബ്ലോഗിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ഇല്ല അന്ന് ഇൻസ്റ്റഗ്രാം റീല് പോലും ഇല്ല. ആ ഒരു മൊമെന്റ് എപ്പോഴാണ് ഇങ്ങനെ ഒരു ബ്ലോഗിംഗ് തുടങ്ങാൻ തോന്നിയത്? അതായത് ഇപ്പോൾ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞല്ലോ, അവിടുന്നാണ് ജേർണി സ്റ്റാർട്ട് ചെയ്തത്? അല്ലല്ല, വർക്കൊക്കെ ഇതിൻ്റെ ഇടയിൽ നടന്ന കാര്യങ്ങളാണ്. വർക്ക് 2 years ബാക്ക്. അപ്പോൾ ഏത് മൊമെന്റിലാണ് ഇങ്ങനെ ഒന്ന് ഈ ഒരു കോണ്ടന്റ് ക്രിയേഷനിലേക്ക് ഇറങ്ങാൻ തോന്നിയത്? അത് ഞാനിങ്ങനെ ഒരു ഹോസ്റ്റലിൽ നിന്നൊക്കെ ഇങ്ങനെ ചാടിയ ആളാണ്. അപ്പോൾ ആ സമയത്ത് ഒരു ഓർത്തഡോക്സ് ഫാമിലി, ഭയങ്കര ഓർത്തഡോക്സ് ഒന്നല്ല, ബട്ട് സ്റ്റിൽ അങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുന്ന എനിക്ക് വീട്ടിൽ ഭയങ്കര പ്രഷറായിരുന്നു. വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. ലൈക്ക് ഓരോരുത്തർ വന്ന് ഉപദേശിച്ചിട്ട് പോകും, ഒരു കാര്യമില്ലാതെ, മോനെ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി, അപ്പോൾ പഠിക്കണ്ടേ. ഇത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് വിളിച്ച പഠിക്കും. അപ്പോൾ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും. എനിക്ക് ലൈസൻസ് പോലും ഇല്ല. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും, വൈകുന്നേരം കയറും. അങ്ങനെ കോഴിക്കോടേക്ക് അങ്ങനെയാണ് ഞാൻ ഇറങ്ങി തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഇറങ്ങിയാണ് ഞാൻ ദ കാലിക്കറ്റ് സ്റ്റോറീസ് എന്ന് പറഞ്ഞൊരു പേജാണ് ആദ്യം തുടങ്ങിയത്. അത് വെറുതെ ഇപ്പം എനിക്ക് തോന്നുന്നു അന്ന് ആ സമയത്ത് നമ്മൾ ന്യൂസ്, ലൈക്ക് കോഴിക്കോട് നടക്കുന്ന കാര്യങ്ങൾ, പോസ്റ്റേഴ്സ്, വേറെയുള്ള ആൾക്കാർ ഇടുന്ന ഫോട്ടോസ് എടുത്തിട്ട് റീപോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ കോർട്ടസി കൊടുക്കുന്ന, ലൈക്ക് അങ്ങനത്തെ ഒരു പേജായിരുന്നു എൻ്റെ. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഒന്ന് 1000 ഫോളോവേഴ്സ് എന്തോ 1000 എനിക്ക് കഫ്താൻ ഗ്രിൽ ആൻഡ് കഫേ എന്ന് പറഞ്ഞൊരു കഫേന്ന് അയകൊടി ടെമ്പിളിലെ ആ ഭാഗത്തുനിന്നൊരു ഇൻവിറ്റേഷൻ വന്ന് ഒരു ലോഞ്ചിങ്ങിൻ്റെ. കാരണം ആ സമയത്ത് കഫേന്നൊക്കെ ഒരു ഇൻവിറ്റേഷൻ കിട്ടുകയെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അമ്മോ, ആകെ കഫേയിൽ പോയാൽ അമേരിക്കാനും ഫ്രഞ്ച് ഫ്രൈസും മാത്രമേ നമ്മൾ കഴിക്കുള്ളൂ. അതിനുള്ള പൈസ ഉണ്ടാവുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്കില്ല. കാരണം കഫേയിൽ ഇരിക്കണമെങ്കിൽ എന്തെങ്കിലും കഴിക്കണമല്ലോ. അങ്ങനെ അവിടെ പോയി അവിടുന്ന് ഞാൻ കോഴിക്കോട് ട്യൂബ് പോലത്തെ ഫുഡ് ബ്ലോഗേഴ്സിനെ പരിചയപ്പെട്ട്, അതിലൊരു ഫുഡി ട്രാവലർ എന്ന് പറഞ്ഞൊരു ചങ്ങായിണ്ട്, ഹർഷാദ്. ഓൻ്റെ കൂടെ ഓന് കിട്ടുന്ന കൊലാബ്സിന് ഓൻ്റെ കൂടെ അങ്ങനെ പോയി പിന്നെ ഞാൻ എന്താക്കിയ പേജ് മിന്ത ഫുഡി എന്നുള്ള പേജിലേക്ക് അങ്ങനെ കൺവേർട്ട് ചെയ്തതാണ്, കുറച്ചുകൂടി പേഴ്സണൽ ടച്ച് വരുത്തുക എന്നുള്ള രീതിയിൽ. അതിൻ്റെ ശേഷമാണ് ഈ റീൽസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഒരു പോയിന്റിൽ അങ്ങനെ വ്ളോഗർ ആവണം എന്ന് വെച്ച് ഞാൻ ഒന്നും ചെയ്തതല്ല. അത് ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ ഭയങ്കര ഫുഡിനോടുള്ള ചില വ്ളോഗേഴ്സ് അറിയുന്നില്ലേ, ഫുഡിനോടുള്ള പ്രേമം കൊണ്ട് അതൊന്നുമില്ല. അങ്ങനെ ഫുഡ് പ്രേമമില്ല, അങ്ങനെ അതിൽ ഇഷ്ടമില്ല എന്നല്ല, ബട്ട് സ്റ്റിൽ ആ ഒരു ഫ്ലോയിൽ ഈ ഒരു സ്റ്റേജിൽ എത്തിപ്പെട്ടതാണ്. അതൊന്നുമില്ല. നിങ്ങൾ ആരൊക്കെ ഇപ്പോൾ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നുണ്ട്? നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞാൻ സെയിൽസ്, മാർക്കറ്റിംഗ്. ഞാൻ ബേസിക്കലി ഒരു സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പേഴ്സണൽ ഹൈജീൻ പ്രൊഡക്റ്റാണ്. ഇപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ, പിന്നെ ഇപ്പോൾ നിങ്ങൾ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ അവിടുത്തെ ടോയ്ലറ്റ് വലിയൊരു ഇഷ്യൂ ആണ്. നിലവിൽ നമ്മൾ പബ്ലിക് ടോയ്ലറ്റ്സ് ആയാലും നമ്മൾ ഇരിക്കുന്ന കോവർക്കിംഗ് ടോയ്ലറ്റ്സ് ആണെങ്കിലും ഒരാൾ പോയി കഴിഞ്ഞാൽ മറ്റൊരാൾ പോകുമ്പോൾ അത് പ്രോപ്പർലി ക്ലീൻഡ് ആണോ ഹൈജീൻ ആണോ നമുക്ക് പറയാൻ പറ്റില്ല. അവിടുന്ന് ലേഡീസിനാണ് എസ്പെഷ്യലി കുറേ തരത്തിലുള്ള ഹൈജീൻ്റെ പ്രശ്നങ്ങളും ബ്യൂട്ടി ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ബേസിക്കലി ഞാൻ ബാംഗ്ലൂർ ട്രിപ്പ് പോയപ്പോൾ എനിക്കൊരു സംഗതി മനസ്സിലായത്, എനിക്ക് അങ്ങനെ ഇൻഫെക്റ്റഡ് ആയിട്ട് ഞാൻ ബേബിയിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ട് ഒരു പ്രൊഡക്റ്റ്, ഇപ്പോൾ ഒരു ടോയ്ലറ്റ് സാനിറ്റൈസർ എന്ന പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മാർക്കറ്റിംഗ് കാര്യങ്ങളായിട്ട് അതിൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഞാൻ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സെയിൽസിലും മാർക്കറ്റിങ്ങിലൊക്കെ അതിങ്ങനെ ഷെയർ ചെയ്ത് തുടങ്ങിക്കാണുള്ളത്. അപ്പോൾ എനിക്ക് ക്യാമറ എന്നുള്ള സാധനം ശരിക്കും പേടിയായിരുന്നു. ലൈക്ക് മുമ്പിൽ ഒരു ടോക്ക് ചെയ്യാനോ ആൾക്കാരോട് സംസാരിക്കാനോ ഒരു വിഷയം ഉണ്ടായിരുന്നില്ല. ഞാൻ NSS ഉണ്ടായതുകൊണ്ട് ആ ഒരു സാധനം കംഫേർട്ടായിരുന്നു. പക്ഷെ ക്യാമറ വരുമ്പോൾ എനിക്ക് വേർഡ്സ് കിട്ടൂല, കുറച്ചും കൂടി വിറ വരും, അല്ലെങ്കിൽ എക്സ്പ്രഷൻസ് മാറും, അങ്ങനെയൊക്കെ.
അപ്പൊ ഡെയിലി ഇങ്ങനെ ഒരു 30 ദിവസം അടുപ്പിച്ച് വീഡിയോസും കിട്ടും. എന്താ കോണ്ടാക്ട്സ് ഒന്നും എനിക്ക് തോന്നുന്നത്, ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു 30 ഡേ ചലഞ്ച് പോലെ തുടങ്ങി. ഇപ്പൊ ഞാൻ അതൊന്നും കൂടെ നമ്മളെ ഈ നേരത്തെ ഷാദു പറഞ്ഞ മാതിരി ഈ മസിൽ വിൽക്കുക എന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, അപ്പൊ അതിലേക്ക് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. ഇപ്പോ ബിസിനസിന്റെ പേജിലാണ് കൂടുതൽ വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നത്. വേറെ നിങ്ങൾ എന്ത് ചെയ്യുന്നത്? എന്ന് വെച്ചാൽ കുറെ ആൾക്കാർ വലിയ എന്തോ സംഭവിക്കി വെച്ചു. ഞാൻ അതിലേക്ക് പോയില്ല. സംസാരിക്കുമ്പോൾ അവർക്ക് ഇത് പോസിബിൾ ആണോ, ഇതൊക്കെ നടക്കുമോ എന്നുള്ള ഇതാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി, നമ്മൾ സർവീസ് ആയിട്ട് ആദ്യം ഇറങ്ങുമ്പോൾ പലരോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഇതിനെ പറ്റി ഐഡിയ ഇല്ല. അപ്പൊ നമുക്ക് മനസ്സിലായിരിക്കും ഒരു ഓഡിയൻസ് ഇവിടെ നിൽക്കുന്നുണ്ട്, ദേ ആർ നോട്ട് അവെയർ അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് ഓൺ AI. അതിന് AI എന്ന് പറയുമ്പോൾ ഭയങ്കര ടെക്നിക്കൽ ബേസ്ഡ് കോഡിങ് അറിയുന്നവർക്ക് മാത്രമാണ്. ഇത് സിമ്പിൾ ആയിട്ട് മലയാളത്തിൽ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് AI എന്തൊക്കെയെന്നാണ് ഇപ്പൊ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ കോഫൗണ്ടർ ഉണ്ട് നിഖാല്, രണ്ടുപേരും കണ്ടന്റ് ക്രിയേഷൻ, രണ്ടുപേരും പ്ലാറ്റ്ഫോം ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്. രണ്ട് പേജ് ആയിട്ട് തന്നെ ചെയ്യും. വേറെ ആരാ കണ്ടന്റ് ക്രിയേഷൻ നീ ചെയ്യണ്ടോ? എന്താ ചെയ്യുന്നത്? കമ്മ്യൂണിക്കേഷൻ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾ കണ്ടന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു കണ്ടന്റ് കിട്ടും. അപ്പം നിങ്ങളിങ്ങനെ ആലോചിക്കും, അയ്യേ ഇത് വേണ്ട, ഇത് വർക്കാവില്ല, ഇത് കുറച്ച് ക്രിഞ്ചാവും തോന്നുന്ന കണ്ടന്റില്ല, അത് ചെയ്യാം വേഗം, അത് വർക്കാവും. ക്രിഞ്ചല്ലേ, പൊട്ടിത്തെറിക്കൊന്നും ഇല്ലല്ലോടാ. അടാ അത് 7 കൊല്ലത്തിന് ശേഷാടാ. ഞാൻ പറയല്ലേ, എന്റെ ലോ ക്വാളിറ്റിന്റെ അത്ര ലോ ക്വാളിറ്റി നിങ്ങൾ ആരെയും ചെയ്ത് കാണിച്ചെന്നാ ഞങ്ങൾക്ക് അങ്ങോട്ട് തരാൻ പറ്റുന്ന പൈസ അത്ര അലമ്പായിരുന്നു. ഞാൻ ഇപ്പൊ അറൗണ്ട് ഇപ്പൊ 10-50ഓളം വീഡിയോസ് പല പ്ലാറ്റ്ഫോംസ് ആയി ചെയ്യുന്നുണ്ട്. ഇപ്പൊ ചിലര് ടോക്കിംഗ് ഹെഡ് വീഡിയോസ് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ന് വെച്ചാല് ആദ്യത്തെ വീഡിയോയിലുള്ളൊരു ചെറിയൊരു ചേഞ്ചസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് എനിക്കിപ്പോ ഞാൻ പലരെ ഫോളോ ചെയ്യുന്ന വീഡിയോസ്, അതാണ് നമ്മൾ ആ ജഡ്ജ്മെന്റ് വരുന്നോണ്ടാണ് നമ്മൾ നമ്മളെ മേലുള്ള ആൾക്കാരെ നോക്കുന്ന സമയത്ത് ഒരിക്കലും അതിൽ നിന്ന് എന്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് നോക്കാം. ഒരിക്കലും അയ്യോ ഇതിൻ്റെ വീഡിയോ എന്താ ഇങ്ങനെ ആവാത്തത് അങ്ങനെ ഒരിക്കലും ചിന്തിക്കാതിരിക്കുക. ആ ജഡ്ജ്മെൻറ്റ് മൈൻഡ് സെറ്റ് മെൻറ്റാലിറ്റി വരുന്ന സമയത്താണ് നമുക്ക് എന്താക്കുക ചടപ്പ് വരിക. കാരണം ഈ ജഡ്ജ് ചെയ്യുന്ന അപ്പുറത്ത് നിൽക്കുന്ന ആൾ കൊല്ലങ്ങൾ എടുത്തിട്ടായിരിക്കും ആ ഒരു ഇതിലെത്തിയത്. ആഹാ അടിപൊളി, ആരും ഇല്ലായിരുന്നു, അല്ല കുറവായിരുന്നു. നമ്മൾ റീൽസൊക്കെ ചെയ്തത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് റീലായിട്ട് വീഡിയോ ഇട്ടത് അഞ്ജന ഗോപകുമാർ എന്ന് പറഞ്ഞിട്ട് ടാങ്കോഡ് ഐ എം ഫാറ്റ് എന്ന് പറഞ്ഞ ട്രിവാൻഡ്രത്തുള്ളൊരു ലേഡിയാണ് ആദ്യമായിട്ട് റീലിട്ടത്. പിന്നെ വേവാട് ആ സമയത്ത്. പക്ഷെ നമ്മളിങ്ങനെ നോക്കി ചെയ്യാൻ മാത്രം ആളുകൾ ഇല്ല എന്നല്ല, കുറവായിരുന്നു, ഓപ്ഷൻസ് കുറവായിരുന്നു. ഇന്ന് അങ്ങനെ അല്ലല്ലോ, ഇന്ന് എല്ലാവരും കോണ്ടന്റ് ക്രിയേഷൻ. ആരും എനിക്കൊന്നും വ്ളോഗിങ് എന്ന് പറഞ്ഞ പരിപാടി തന്നെ അറിയില്ല. അന്ന് ഞാൻ ചിന്തിച്ചില്ല. അന്ന് എൻ്റെ ആവശ്യം എന്താ, ഒരു കണ്ടന്റ് വേഗം ഷൂട്ട് ചെയ്യണോ, എന്തെങ്കിലുമൊക്കെ അതിൽ എഡിറ്റ് ചെയ്തിടണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് നമ്മൾ മേലത്തെ ആൾക്കാരെ നോക്കുമ്പോൾ ഒരിക്കലും കമ്പയർ ചെയ്യാൻ വേണ്ടി നോക്കാതിരിക്കുക. ഓരെന്തെങ്കിലും നല്ലത് ചെയ്താൽ അത് നമ്മളതായ രീതിയിൽ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. അതിന് കോപ്പി എന്നല്ല, ഇൻസ്പയർഡ് എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മളതായ രീതിയിൽ ഇപ്പം ആരെന്തൊക്കെ ചെയ്താലും നമുക്ക് നമ്മളതായ രീതിയിൽ അത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യാം, അല്ല ആ കമ്പാരിസൺ വരാതെ നോക്കുക. അത് എന്താ പറയില്ലേ, എന്തൊക്കെ നമ്മൾ നോക്കിയാലും നമുക്ക് ഒരിക്കലും ഓരോ പോലെ ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്കുള്ള റിസോഴ്സസ് ആണെങ്കിലും നമുക്കുള്ള ലിമിറ്റേഷൻസ് ആണെങ്കിലും ഒക്കെ ഓരോരുത്തരിൽ നിന്നും ഡിഫറെൻറ്റാണ്. നമുക്ക് നമ്മളതായ രീതിയിൽ എന്ത് സാധനം എവിടുന്ന് പഠിച്ചാലും, ഇപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളുണ്ടാവില്ലേ, അത് എൻ്റെ മാത്രം കേസ് സ്റ്റഡിയാണ്, അത് എൻ്റെ മാത്രം എക്സ്പീരിയൻസാണ്. ഒരിക്കലും ഈ ഇരിക്കുന്ന ഒരാൾക്ക് പോലും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് നിങ്ങളതായ എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളതായ രീതിയിൽ അത് റീക്രിയേറ്റ് ചെയ്യാനാണേലും എന്തിനാണേലും പറ്റുള്ളൂ. അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി. അങ്കുർ വാരിക്കൂനൊക്കെ മേലെ നമുക്ക് എത്താലോ. എന്തിനാ അങ്കുർ വാരിക്കൂ? ഞാൻ പറയും, ഞാൻ എൻ്റെ വീഡിയോ അങ്കുർ വാരിക്കായിട്ടാണ് കമ്പയർ ചെയ്യല്. ഫോളോ ചെയ്യുക. ഞാൻ ആലോചിക്കുകയാണ്, ഇപ്പോൾ നമുക്ക് ഖാലിദ് അൽമേരിനെ പോലെ വീഡിയോസ് ചെയ്യാം,
ലൈക്ക് കളി താല്പര്യം ഇപ്പോൾ വീഡിയോ ചെയ്യണേ ഓനോ അങ്ങനത്തെ ഒരു ടീം തന്നെ ഉണ്ട്. അപ്പോൾ ഓനക്ക് അങ്ങനത്തെ റിസോഴ്സസ് വന്നത് എപ്പോഴാ? ഓൻ ഇത്രയും കാലം തമ്പിച്ച് അങ്ങനെ എത്തിയതാ. നമുക്ക് ഒരിക്കലും ഒരു ദിവസം കൊണ്ട് അത് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ ചെയ്യുക, പെർഫെക്ഷനിസ്റ്റ് ആവാതിരിക്കുക. എന്തെങ്കിലുമൊക്കെ കുറവുകൾ എന്തായാലും ഉണ്ടാവും. ഇപ്പം എൻ്റെ വീഡിയോയിൽ തന്നെ ഞാൻ ചിലപ്പോൾ സ്ഥലമൊക്കെ തെറ്റിച്ച് പറയും. അതിങ്ങനെ കമൻറ്റ് വരും, അവിടെ അല്ല ബ്രോ, അവിടെ അല്ല ബ്രോ. നല്ലതല്ലേ കമൻറ്റ് വരട്ടെ. ഞാൻ ചിലപ്പോൾ തെറ്റൊക്കെ ഉണ്ടാവും, ഞാൻ അറിയാതെ തെറ്റുകൾ വരും. അപ്പോൾ ഞാനിത് അപ്രൂവലിന് അയക്കുമ്പോൾ മുതലാളി പറയും ഇവിടെ ഇങ്ങനെ തെറ്റി പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് മാറ്റി വയ്ക്കും. ഞാൻ നിങ്ങൾക്ക് കുഴപ്പമില്ലാതെ തന്നെ ഞാനത് മാറ്റാതെ നോട്ടെന്ന് വയ്ക്കും. ചിലപ്പോൾ ആ ഒരൊറ്റ എലമെൻറ്റിലേക്കും ആ വീഡിയോ മില്യനൊക്കെ അടിക്കുക. ഏത് അടിയിൽ ഇങ്ങനെ കമൻറ്റ് വരും, ഞാനാണോ അങ്ങനെ. അപ്പം പെർഫെക്ഷനിസം വേണ്ട, അത്രേ ഉള്ളൂ. വേറെ ആരാ കണ്ടന്റ് ചെയ്യണേ? ആരാ? ആ ഡിസൈനറാണോ? എന്ത് കൈൻഡ് ഓഫ് കണ്ടന്റ്? ലൈക്ക് വീഡിയോ പിന്നെ നിങ്ങൾ വിചാരിക്കേണ്ട കാര്യം ഇന്ന് ചെയ്ത് നാളത്തേക്ക് നിങ്ങൾ ഔട്ട്കം പ്രതീക്ഷിക്കാതിരിക്കുക. ഒരിക്കലും നടക്കാവില്ല. ഇതിന്ന് ഒരാൾ പോലും എൻ്റെ വീഡിയോ കാണൂല എന്ന് വിചാരിച്ച് കണ്ടന്റ് ഇടുക. ഒരാൾ കണ്ട സന്തോഷമായില്ലേ? ഒരു വ്യൂ വന്നാൽ ഇപ്പോൾ നമ്മളെന്താ അറിയോ, നമ്മൾ 100 വ്യൂ കിട്ടും ചില വീഡിയോന്, 1000 വ്യൂ 10000 വ്യൂ കിട്ടിയാലും നമുക്ക് അങ്ങോട്ട് സന്തോഷമാവില്ല. എന്താ ചുറ്റുള്ള ആൾക്കാരതിൽ നമ്മൾ കാണുന്നത് എന്താ? 1 മില്യൺ അടിക്കുന്നു, 2 മില്യൺ അടിക്കുന്നു, 5 മില്യൻ്റെ വീഡിയോ, 20 മില്യൺ 30 മില്യൺ. ലൈക്ക് ഒറ്റ കാര്യമല്ല, ഇന്ന് ഇവിടെ ഒരു 30 ആളില്ലേ, ഇപ്പം തന്നെ ഈ ഹാൾ എത്ര ഫുള്ളാ? 30 വ്യൂ ആണ് ഇരിക്കുന്നത്. ഞാൻ ഇപ്പോൾ ഒരു പറയുന്നതിൻ്റെ എൻ്റെ 30 വ്യൂ ആണ്. നിങ്ങൾ ഒരു 100 ആൾ ഇതിൻ്റെ അകത്ത് ഇരിക്കുന്ന ആലോചിച്ച് നോക്ക്. ഒരു 1000 ആൾക്കാർ. കാരണം 1000 വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചെറുതായിട്ട് തോന്നുന്നു. നമ്മളെ ചുറ്റും കുറേ വലിയ വലിയ വ്യൂ കൗണ്ട് നമ്മളിങ്ങനെ കണ്ടിട്ട് അതിങ്ങനെ മൈൻഡിൽ ഫീഡ് ആവുന്നതുകൊണ്ട് മാത്രമാണ്. ഈ പറയുന്ന എനിക്കാണേലും എൻ്റെ വീഡിയോ 100K ഒക്കെ മാത്രമായി ഇപ്പോൾ എനിക്ക് സങ്കടമാവുക, വേറെ കാര്യമോ? ബട്ട് സ്റ്റിൽ ഞാൻ പറയണ്ടേ, നമ്മൾക്ക് അങ്ങനെ ആവുന്ന എന്താ, നമുക്ക് 1 മില്യൺ ഒക്കെ വേറെ ഉള്ളതുകൊണ്ട് എന്ത് വലുത്. ഇപ്പോൾ ഒരു ചെറിയ വര ഇങ്ങനെ വരച്ചിട്ട് ഈ വര ഒന്നും ചെയ്യാതെ ഇതിനെ ചെറുതാക്കാൻ പറ്റുമോ വെച്ചാൽ എന്താ ചെയ്യുക? അതിൻ്റെ അപ്പുറത്തൊരു വലിയ വര വരയ്ക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ വലിയ വരകൾ അപ്പുറത്തുള്ളതുകൊണ്ടാണ് എന്ത് നമുക്ക് ഈ ചെറിയ വര ചെറുതായിട്ട് തോന്നുന്നത്. ഒരിക്കലും ചെറുതല്ല. 1000 ആളെന്ന് പറയുന്നത് കടപ്പുറം മൊത്തം നിറയൂ. 1000 ആൾ അവിടെ നിൽക്കാന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ ആക്ച്വലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറുതായിട്ട് കണ്ട ചെയ്യുക, ഔട്ട്കംസ് പ്രതീക്ഷിക്കാതിരിക്കുക. എന്തെങ്കിലുമൊക്കെ വന്നാൽ നമുക്ക് ഇങ്ങോട്ട് എടുക്കാന്നുള്ള രീതിയിൽ അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി. വേറെ നിങ്ങളൊന്നും കണ്ടന്റ് തുടങ്ങണം എന്നുള്ള ആഗ്രഹത്തിൽ വന്നാണോ? ഇന്ന് തുടങ്ങും, ഇന്ന് ചെയ്യിപ്പിച്ചിട്ടേ വിടുമെന്ന് പറഞ്ഞത്. നിങ്ങൾ 790 രൂപ ഇവിടെ മുതലാക്കിയിട്ട് വേറെ ആർക്കും എന്തെങ്കിലും ചോദിക്കാണ്ടോ? ബൂസ്റ്റിങ്ങോ? ഇല്ല ഇല്ലല്ല. ഒമാനിൽ പോയൊരു ഒറ്റ വട്ടം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ പേജിൽ, പക്ഷെ എൻ്റെ പേജിൽ ഇപ്പം ക്ലയൻറ്റ് പറയും ചിലപ്പോൾ നമ്മൾ പൈസ തരാം നിങ്ങൾ ചെയ്യുമോയെന്ന് വെച്ചാൽ പറയും ഞാൻ വീഡിയോ അയച്ചു തരാം നിങ്ങളെ പേജിൽ ചെയ്തുകൊണ്ട് പറയും. കാരണം ഈ സാധനം ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി ചെയ്യണം. ഇപ്പോൾ ഗിവ് അവേ ചെയ്യുന്ന സമയത്ത് ഗിവ് അവേ കണ്ടിന്യൂസ്ലി ചെയ്യണം. ഇപ്പം മാഡ്ലിയമി അതിലൊക്കെ ചെയ്യുന്ന അതാണ് ഗിവ് അവേൻ്റെ ശരിക്കുള്ള ഫോം. കണ്ടിന്യൂസ്ലി ഗിവ് അവേ ചെയ്യണം, എന്നാലേ അതിൽ കാര്യമുള്ളൂ. കാരണം ആൾക്കാർ ഫോളോവേഴ്സ് നിലനിൽക്കണം. കാരണം ഗിവ് അവേ ചെയ്ത് കഴിഞ്ഞാൽ ഫോളോവേഴ്സ് ഒന്നായിട്ട് ഇട്ടിട്ട് പോകും, കാരണം നമുക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതില്ലാതൊക്കെ അടുത്ത ഗിവ് അവേ വരുന്നുണ്ട്. അതാണ് അതിൻ്റെ ഫോം. അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഗിവ് അവേസ് ചെയ്യാതിരിക്കാം. അപ്പോൾ ഈ പെർഫോമൻസ് മാർക്കറ്റിങ്ങും അങ്ങനെയാണ്. ഒരു വൺസ് നമ്മൾ ഇൻസ്റ്റയിലേക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൻ്റെ അൽഗോരിതം തന്നെ നമ്മളെ കണ്ടന്റ് ഇങ്ങനെ മെല്ലെ മെല്ലെ പുഷ് ചെയ്യുള്ളൂ. ഓക്കെ, ഇവന് അറിയാം ഇവൻ്റെ കണ്ടന്റ് റീച്ച് കൊടുത്തില്ലെങ്കിൽ ഇവൻ ഇൻസ്റ്റഗ്രാമിലേക്ക് പൈസ തരും. ഒരു കാര്യം ചെയ്താൽ പോരെ, സിമ്പിളല്ലേ? അപ്പോൾ അവന് ഇനിയും പൈസ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യും. ശരിയാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആണ് അത് വേണം, കണ്ടിന്യൂസ്ലി ചെയ്യുമല്ലോ. മെറ്റാ ആഡ്സ് റൺ ചെയ്യാൻ വേണ്ടി മാത്രം ഓരോ കമ്പനീസിനും ഇത്ര ഫണ്ട് ഉണ്ടാവില്ലേ? എല്ലാ മാസവും അവർക്ക് ഇത്ര റവന്യൂ മെറ്റാ ആഡ്സിന് വേണ്ടി മാത്രം മാറ്റി വെക്കൂലേ? അങ്ങനെ ചെയ്യണം. ഓർഗാനിക്കലി കണ്ടന്റ് ക്രിയേഷൻ ആണ് നിങ്ങൾ, ആസ് ലോങ് ആസ് ബിസിനസ് അല്ല കണ്ടന്റ് ക്രിയേഷൻ ആണ് നിങ്ങൾ വേണ്ടതെന്നുണ്ടെങ്കിൽ
ഇനി അതല്ല നിങ്ങൾ മെറ്റാ ആഡ്സ് ചെയ്യുമ്പോഴുള്ള വിഷയം എന്താ വെച്ചാൽ ആൾക്കാർക്ക് ആ ഒരു ജെന്യൂനിറ്റി കൺസേൺ ഉണ്ട് മെറ്റാ ആഡ്സ് ചെയ്യുന്ന സമയത്ത്. ഓന് കണ്ടന്റ് റീച്ച് ഇല്ലാത്തതുകൊണ്ട് ഓൻ എന്താക്കാണ്. കാരണം നല്ല കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ എന്താവും, അത് ഓട്ടോമാറ്റിക്കലി റീച്ച് ആവും. പക്ഷേ ഈ നല്ല കണ്ടന്റ് ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന 10 വീഡിയോ കഴിഞ്ഞ് 11ാമത്തെ വീഡിയോയിലൊക്കെ ആയിരിക്കും ഒരു നല്ല കണ്ടന്റ് നിങ്ങൾക്ക് തോന്നുക. ചിലപ്പോൾ 5ാമത്തെ വീഡിയോ തന്നെ നിങ്ങൾ നല്ല കണ്ടന്റ് ആയിട്ട് വരും. അപ്പം അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളത് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുള്ളൂ. ഇനി അതല്ല നിങ്ങൾ ഇനി കാലാകാലവും മെറ്റാ ആഡ്സ് റൺ ചെയ്ത് നിങ്ങളെ കണ്ടന്റ് റീച്ച് ആക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു. പക്ഷെ അതൊരു ലൈക്ക് ഗുഡ് മൂവ് ആവില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു ജെന്യൂനിറ്റി കൊണ്ട് വരുന്ന ആൾക്കാരാണ്. ഇതിപ്പോൾ നമ്മൾ കാണുന്ന് പറഞ്ഞ ആൾക്കാരെ പുഷ് ചെയ്യുന്നതിലും ഇങ്ങോട്ട് വരുമല്ലോ, അത് കൺസിസ്റ്റൻ്റ് ആയിരിക്കും. നിങ്ങൾ മെറ്റാ ആഡ്സ് നിർത്തി കഴിഞ്ഞാൽ എന്താ ചെയ്യുക, പോയി. ഓക്കെ, വേറെ എന്തേലും എനിവൺ? നമുക്ക് ഇതിൽ അറൗണ്ട് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. താങ്ക് യു മിൻ ഫോർ ജോയിനിങ് ആൻഡ് ഒരു അടിപൊളി സംസാരമായിരുന്നു എനിക്ക് തോന്നുന്നു. കുറേ സാധനം ക്യാപ്ചർ ചെയ്തവർക്ക് ആ പാറ്റേൺസ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരിക്കും. ആൻഡ് മൂവിങ് ഫോർവേഡ് നമുക്ക് അടുത്ത സാധനങ്ങളിലേക്ക് പോവാം. താങ്ക് യു അഗെയിൻ ഫോർ ജോയിനിങ്.